ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ മഹസർ തയ്യാറാക്കിയത് വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥൻ. വിജിലൻസ് കേസിൽ അറസ്റ്റിലായ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരും മഹസറിലുണ്ട്. ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 2019 മാർച്ചിൽ കട്ടിള സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്ന ഉത്തരവ് 24 ലഭിച്ചു. വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഇപ്പോൾ അരുൺരാജാണ് ചേരുന്നത്. അരുൺരാജ്, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അരുൺരാജ്? ഉന്മേഷ്, 2019 മാർച്ച് 20 ഇറങ്ങിയ ഒരു ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ഈ ഉത്തരവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ തിരുവാഭരണവുമായി ഈ ശബരിമലയിലെ ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന കവാടമടക്കം സ്വർണം പൂശിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ കട്ടിള സ്വർണം പൂശുന്നതിന് വേണ്ടി ഈ ചെമ്പ് പാളികൾ ഇതിന്റെ ഭാഗമായുള്ള ചെമ്പ് പാളികൾ ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കട്ടിളയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുകയും ഇത് കൈമാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റപ്പേരിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റൊന്ന്, 1999 വിജയ് മല്യ തന്നെയാണ് ഈ കട്ടിളയടക്കമുള്ള ഭാഗങ്ങൾ സ്വർണം പൂശിയത്. പിന്നീട് എന്തിനാണ് വീണ്ടും 2019 സ്വർണം പൂശണമെന്ന ആവശ്യം ഉന്നയിച്ച് ചെമ്പ് പാളികളെന്ന് റെക്കോർഡിൽ ഉത്തരവിൽ രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയത് എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. എന്തായാലും ഇത് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അത് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് തേടുകയും ചെയ്യും. മറ്റൊന്ന്, ഈ 2019 ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ എത്തിച്ച് തിരിച്ച് സ്വർണം പൂശിയ ശേഷം വീണ്ടും തിരിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ അത് മഹസ്രൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ വിജിലൻസ് കേസിൽ ഉൾപ്പെട്ട ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2018-19 കാലയളവിൽ ഈ ശബരിമലയിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്ത കരാറുകാരിൽ നിന്ന് 50 ലക്ഷം രൂപ വ്യാജ ഒപ്പിട്ട് കൈപ്പറ്റിയ കേസിലെ ഉദ്യോഗസ്ഥരാണ് ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്ന് സ്വർണ്ണപ്പാളികളായി തിരിച്ചു വന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ. ഇവരിലെ അഴിമതിക്കാരാണെന്ന് ബോധ്യപ്പെട്ട് മാറ്റി നിർത്തണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ പലകുറി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ പോസ്റ്റിലേക്ക് പകരം ആരാണ് കൊണ്ടുവന്നതെന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.